ഇന്ത്യയിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത ഒരു സങ്കരയിനം സസ്യത്തിന് നൽകിയ പേരാണ് പാഫിയോ പെഡിലം എം.എസ്. വല്യത്താൻ. ഇത് ഏതിനം സസ്യമാണ്? ഓർക്കിഡ്. സങ്കരയിനം ഓർക്കിഡാണ്. ലോക മുങ്ങിമരണ നിവാരണ ദിനം ആയി ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ജൂലൈ 25 ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം? 2021. ഉണ്ണീസ് വിജിപാത അവതരിപ്പിക്കുന്ന ദേശാഭിമാനി, അക്ഷരമുറ്റം, ടാലന്റ് ഫെസ്റ്റ്, UPHS HSS മോഡൽ സബ് ജില്ലാതല മത്സരങ്ങൾക്കായുള്ള ക്വിസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഏതു രാജ്യത്താണ് നിക്കോളാസ് മഡൂറോ 3ാം വട്ടവും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? വെനിസ്വേല. വെനിസ്വേലയിലാണ് നാസ റേഡിയോ സന്ദേശം വഴി ശുക്രനിലേക്ക് അയച്ച ദി റെയിൻ എന്ന ഗാനം 254 ദശലക്ഷം കിലോമീറ്റർ പിന്നിട്ട് അവിടെ എത്താൻ എടുത്ത സമയം 14 മിനിറ്റ്. റോളൻ ഗാരോസ് ഏത് ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ്. പാരീസിലാണ് ഈ കളിക്കളം. യൂറോ കപ്പ് കിരീടം 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് നേടിയ ടീം? സ്പെയിൻ. സ്പെയിൻ 4 തവണ 1964, 2008, 2012, 2024 4 തവണ യൂറോ കപ്പ് നേടിയിരിക്കുന്നു. നാസ വിക്ഷേപിച്ച വോയേജർ 1 പേടകം സൗരയൂഥം കടന്ന് ഭൂമിയിൽ നിന്നും ഇപ്പോൾ 24 ബില്യൺ കിലോമീറ്റർ അകലെയാണെങ്കിലും സിഗ്നലുകൾ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. ഏതു വർഷമാണ് ഈ പേടകം വിക്ഷേപിച്ചത്? 1977. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ വിഭാഗത്തിലെ പുരസ്കാരം നേടിയ അൽഗോരിതങ്ങളുടെ നാട് രചിച്ചതാര്? ഉണ്ണി അമ്മയമ്പലം. യുനെസ്കോ സാഹിത്യ നഗരം സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി നൽകിയ എത്ര നഗരങ്ങളാണ് ഉള്ളത്? 53 നഗരങ്ങൾ. കോഴിക്കോടിനെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തിയ സാക്ഷ്യപത്രം യുനെസ്കോ കോഴിക്കോട് മേയർക്ക് സമ്മാനിച്ചത് എവിടെ വെച്ചാണ്? ബ്രാഗ. പോർച്ചുഗലിലെ ബ്രാഗ പട്ടണത്തിൽ വെച്ച്. തിരുകൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ള ആണ്. ഒടുവിലത്തെ മുഖ്യമന്ത്രി ആര്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിൽ എത്തിയ ഏറ്റവും പ്രായമേറിയ ആൾ? കെയർ സ്റ്റാർമർ. 61 വയസ്സ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. കേരളത്തിലെ ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? P. രാജീവ്. ദൈവത്തിൻ്റെ കൈ, ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് വിളിക്കപ്പെട്ട ഗോൾ മറഡോണ അർജന്റീനയ്ക്കായി നേടിയത് ഏത് ലോകകപ്പിലാണ്? 1986 മെക്സിക്കോ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ക്വാർട്ടർ ഫൈനലിലാണ് ഈ ഗോൾ നേടിയത്. ആപ്പിൾ അവരുടെ ആദ്യത്തെ ഐഫോൺ പുറത്തിറക്കിയത് ഏതു വർഷമാണ്? 2007. തിരുകൊച്ചി സംസ്ഥാന രൂപീകരണ ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആണ്. കൊച്ചി രാജാവ് ആര്? ശ്രീ രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ. ലോക ORS ദിനം എന്നാണ്? ജൂലൈ 29. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സംഘട്ടനത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഡയലറ്റിക്സ് ഓഫ് നേച്ചർ എന്ന കൃതി രചിച്ചതാര്? ഫ്രെഡറിക് എംഗൽസ്. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷേഖ് മുജീബുർ റഹ്മാനും കുടുംബവും വധിക്കപ്പെട്ടത് എന്നാണ്? 1975 ആഗസ്റ്റ് 15. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര്? ഗണഭവൻ. ഗണഭവൻ. ഇതിൽ ഇനി 15 ചോദ്യങ്ങൾ കൂടി. മുഴുവൻ അക്ഷരമറ്റം ക്വിസ് വീഡിയോയും കാണൂ. 1-ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനമുണ്ടായ സൈനിക ഉടമ്പടി
അറിയപ്പെടുന്നത് വേഴ്സായ് ഉടമ്പടി, വേഴ്സേൽ ട്രീറ്റി. ലോകത്തിൻ്റെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിക്കുന്ന ഇടം ഗാസ. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട സംസ്കാരം പിറവിയെടുത്ത ഇറാഖ് നഗരം ബാഗ്ദാദ് നഗരം. റോസ് വിപ്ലവം എന്ന പേരിൽ വിപ്ലവം നടന്ന രാജ്യം ജോർജിയ. 2003 ഇത്. തുലിപ് വിപ്ലവം നടന്നത് ഏതു രാജ്യത്താണ്? റിപ്പബ്ലിക് ഓഫ് കിർഗിസ്ഥാൻ 2005. മുല്ലപ്പൂ വിപ്ലവം നടന്ന രാജ്യം ടുണീഷ്യ 2011. ഇന്ത്യയുടെ ഏത് അയൽരാജ്യത്തെയാണ് മാതൃഭാഷ ഒരു ജനതയ്ക്ക് പകർന്ന ആത്മബോധത്തിൽ നിന്നും പിറവിയെടുത്ത രാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്നത്? ബംഗ്ലാദേശ്. 2022 സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കാരണം അധികാരം വിട്ടൊഴിയേണ്ടി വന്ന ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സെ. ഫൈനൽ മത്സരത്തിന് മുന്നേയുള്ള ശരീരഭാര പരിശോധനയിൽ പരാജയപ്പെട്ട് മെഡൽ നഷ്ടമായ വിനേഷ് ഫോഗട്ട് വനിതാ വിഭാഗം ഗുസ്തിയിലെ ഏത് വിഭാഗത്തിലാണ് മത്സരിച്ചത്? 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ. ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് വിമോചന പോരാളികളെയും ഒപ്പം നിന്ന ഇന്ത്യയെയും ഭയപ്പെടുത്താനായി 7ാം കപ്പൽപ്പടയെ വിന്യസിക്കാനൊരുങ്ങിയ രാജ്യമേത്? അമേരിക്ക. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നൽകുന്ന പ്രത്യേക മുദ്ര ഏത്? ഇക്കോമാർക്ക്. രാജ്യത്തെ ആദ്യത്തെ സോളാർ ബോട്ട് 2017 ജനുവരി 12 വൈക്കം തവണക്കടവ് റൂട്ടിൽ സർവീസ് തുടങ്ങിയത്. ഇതിൻ്റെ പേര് ആദിത്യ. ഓൺലൈനിൽ വരുന്ന വ്യാജ വാർത്തകൾ തിരിച്ചറിയാനായി ഫാക്ട് ചെക്കിംഗ് ICT പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. SS കൈമൾ ഏതു കായിക മേഖലയിലാണ് ദീർഘകാലം പരിശീലകനായിരുന്നത്? അത്ലറ്റിക്സിൽ. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലകളെ ബന്ധിപ്പിച്ച് ബെയിലി പാലം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് MEGയിലെ വനിതാ എഞ്ചിനീയർ മേജർ സീത അശോക് ഷെൽക്കെ. കൂടുതലറിയാൻ തുടർന്നുള്ള വീഡിയോകളും കാണൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.